ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 15,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 10,000 രൂപയുടെയും 15,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫോണുകൾ എവിടെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G35 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണി SoC T760 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിൽ യൂണി SoCയുടെ പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ആ ഒരു പ്രോസസ്സറിൽ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് മോട്ടോ G45 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അതിൽ സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പക്ഷേ G35 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. ഫുൾ HD റെസൊല്യൂഷൻ മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും മിസ്സിംഗ് ആണ്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇനി 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ M6 Pro 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിലും ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനൊക്കെ വരുന്നുണ്ട്. പക്ഷേ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും തന്നെയാണ് ഇതിലും വരുന്നത്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോയുടെ തന്നെ M6 Plus എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് ആണ്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം ഈ ഫീച്ചേഴ്സ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഈ ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 1,000 രൂപയും കൂടി കൂട്ടിയിട്ട് ഈ ഫോൺ എടുക്കാം. ബാക്കി സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് റിയൽമിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ റിയൽമി C67 5G എന്ന സ്മാർട്ട് ഫോണ് 10,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6100+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 10,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ iQOO Z9X 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 6000 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് വിവോ T3X 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ വില ഇപ്പോൾ കാണിക്കുന്നത് 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. രണ്ടും സെയിം ഫോണുകൾ തന്നെയാണ്. അപ്പം ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി ചില ആൾക്കാർക്ക് സാംസങ്ങിന്റെ ഒക്കെ ഒരു ഫോണായിരിക്കും വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M16 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനും വരുന്നുണ്ട്. അതുപോലെ തന്നെ AMOLED ഡിസ്പ്ലേയും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+5+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ X6 Neo 5G എന്ന സ്മാർട്ട് ഫോൺ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ സാംസങ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ പഞ്ചോൾ ഡിസൈൻ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 108+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് Redmi Note 13 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അതിൽ ക്യാമറയിൽ എക്സ്ട്രാ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ വില 14,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. പിന്നെ റെഡ്മിയുടെ ഒരു ഫോണാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ Redmi Note 12 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്.
ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പം AMOLED ഡിസ്പ്ലേ ഇതിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 48+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് പോക്കോ X5 എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഇപ്പം ആ ഒരു ഫോണിൽ ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് ആണ്, പക്ഷേ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. വില ആണെങ്കിൽ 13,700 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി P1 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം ഈ ഒരു ഫോണിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ പോക്കോയുടെ ഭാഗത്ത് നിന്ന് 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M7 Pro എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7025 Ultra എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5110 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പക്ഷേ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന് പകരം വിവോ T4X 5G എന്ന സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഇതിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു പ്രോസസ്സറാണ്. പക്ഷേ ഡിസ്പ്ലേയിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന LCD പാനലേ വരുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ വളരെ കൂടി 6500 mAh ബാറ്ററി വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് മോട്ടോറോളയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G64 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇപ്പം ഇതിന് 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ വരുന്നുള്ളൂ. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയും 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും നോക്കാവുന്നതാണ്. പിന്നെ സാംസങ്ങിന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് M35 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം 14,300 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഇപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈനും വരുന്നുണ്ട്. എക്സിനോസിന്റെ 1380 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 14,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ ബ്ലേസ് കർവ് 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പഞ്ച്വൽ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7050 എന്ന അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു പ്രോസസ്സറും വരുന്നുണ്ട്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 14,500 രൂപ പ്രൈസ് റേഞ്ചിൽ CMF Phone 1 എന്നുള്ള സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മികച്ച MediaTek Dimensity 7300 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനലായിരിക്കും ഇതിൽ ലഭിക്കുക. അപ്പം 14,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ഇതല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി നാർസോ 70 ടെർബോ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സിമിലർ ഫീച്ചേഴ്സ് ആണ്, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിന്റെ ബോക്സിൽ ചാർജറും നമുക്ക് ലഭിക്കും. അപ്പം ആ ഒരു ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം 15,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ iQOO Z9X 5G എന്ന സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്തേക്കാം. ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ റിയൽമി P1 5G എന്ന സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്യുന്നതായിരിക്കും.
അല്ല എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ CMF ഫോൺ 1 സെലക്ട് ചെയ്യുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 70 ടെർബോയും നോക്കിയേക്കാം. അപ്പം ഇതാണ് ഞാൻ സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകൾ. അപ്പം ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.